കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഇടതുപക്ഷ ക്യാമ്പുകളിൽ അതിശക്തമായി പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് എറണാകുളം ജില്ലയിലെ CPM സ്ഥാനാർത്ഥി പട്ടികയിലേക്കാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും UDFന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്നതിനുമായി അതിശക്തമായിട്ടുള്ള തന്ത്രങ്ങളാണ് CPM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ സംയുക്തമായി മെനയുന്നത്. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം മുൻ MLA M സ്വരാജിനെ വീണ്ടും തൃപ്പൂണിത്തുറയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ്. പാർട്ടിക്കുള്ളിലെ യുവനിരയിലെ ഏറ്റവും കരുത്തനായ നേതാവും മികച്ച വാഗ്മിയുമായ സ്വരാജിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ജില്ലാ ഘടകത്തിന്റെ ഉറച്ച വിശ്വാസം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ K. ബാബുവിനോട് കേവലം 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇത്തവണ കൂടുതൽ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും വിജയം സുനിശ്ചിതമാക്കാമെന്ന് സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിനായി M സ്വരാജിന്റെ പേര് മാത്രമാണ് പ്രാഥമിക ചർച്ചകളിൽ ഉയർന്നു വന്നത് എന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി നൽകുന്ന വലിയ പ്രാധാന്യത്തെയും വിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു നിർണായകമായിട്ടുള്ള ചർച്ചാ വിഷയം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായിട്ടുള്ള വടക്കൻ പറവൂരാണ്. കോൺഗ്രസിന്റെ അജയ്യമായ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പറവൂരിൽ ഇത്തവണ സതീശനെ നേരിടാൻ അതിശക്തമായൊരു മത്സരം കാഴ്ചവെക്കണമെന്നും അതിനായി CPM നേരിട്ട് സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ശക്തമായി ഉയർന്നിട്ടുണ്ടായിരുന്നു മുൻപ്. സതീശനെതിരെ ഒരു ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടം നയിക്കാൻ സ്വരാജിനെ പോലുള്ള ഒരു ജനകീയ നേതാവിനെ തന്നെ അവിടെ പരീക്ഷിക്കണമെന്ന നിർദ്ദേശവും ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും തൃപ്പൂണിത്തുറയിൽ സ്വരാജിനുള്ള വലിയ ജനപിന്തുണയും അവിടെയുള്ള വിജയ സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലമാറ്റം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടങ്ങുന്ന സംസ്ഥാന നേതൃത്വമാകും അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുക. എറണാകുളത്തെ നിലവിലെ 5 ഇടതുപക്ഷ MLA മാരും വീണ്ടും മത്സരരംഗത്തുണ്ടാകണമെന്ന ഏകദേശ ധാരണയും യോഗത്തിലുണ്ടായി. എന്നാൽ UDFന് രാഷ്ട്രീയമായി വലിയ മേൽക്കൈയുള്ള എറണാകുളം, ആലുവ, തൃക്കാക്കര സീറ്റുകളെ കുറിച്ച് ഈ ഘട്ടത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ഈ മണ്ഡലങ്ങളിൽ പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പുതുമുഖങ്ങളെയോ ജനസ്വാധീനമുള്ള സ്വതന്ത്രരെയോ പരീക്ഷിക്കാമെന്നാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. വടക്കൻ പറവൂരിൽ VD സതീശനെതിരെ M സ്വരാജ് എന്ന സാഹസികമായിട്ടുള്ള നീക്കം പാർട്ടി നടത്തിയാൽ അത് കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിലുള്ള ഗതി തന്നെ മാറ്റിയേക്കാവുന്ന ഒന്നായി മാറും. ആലപ്പുഴ ജില്ലയിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതീവ ഗൗരവത്തോടുകൂടി പുരോഗമിക്കുകയാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മന്ത്രി സജി ചെറിയാൻ തന്നെ വീണ്ടും ജനവിധി തേടും എന്ന കാര്യത്തിൽ നേതൃത്വത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനവും അവിടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ കായംകുളം മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് സാധ്യത തെളിയുന്നത്. നിലവിലെ MLA U പ്രതിഭയെ ഇത്തവണ മാറ്റിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കായംകുളത്തേക്ക് ജില്ലാ സെക്രട്ടറി R. നാസർ അല്ലെങ്കിൽ ബാബുജാൻ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. അരൂർ മണ്ഡലത്തിൽ നിലവിൽ MLA ദലീമ ജോജോയ്ക്ക് മറ്റൊരവസരം കൂടി നൽകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ R. നാസറിനെ പരീക്ഷിക്കുന്നതിനെ കുറിച്ചോ ഉള്ള ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ H. സലാമും ആലപ്പുഴയിൽ PP ചിത്തരഞ്ജനും തന്നെയാകും സ്ഥാനാർത്ഥികൾ എന്നാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കൃത്യമായിട്ടുള്ള ജനകീയ മുഖങ്ങളെ തന്നെ കളത്തിലിറക്കാനാണ് ആലപ്പുഴ ജില്ലയിലും പാർട്ടി ശ്രമിക്കുന്നത്. ടേം വ്യവസ്ഥകൾ കർശനമായി പാലിച്ചുകൊണ്ടും മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി പരമാവധി സീറ്റുകൾ നേടിയെടുത്ത് അധികാരം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് CPM നീങ്ങുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് വിവിധ ജില്ലാ നേതൃത്വ യോഗങ്ങൾ നടക്കുന്നത് എന്നത് വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. 17-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദൻ, EP ജയരാജൻ, പുത്തലത്ത് ദിനേശൻ, CN മോഹൻ എന്നിവരൊഴികെ ബാക്കി എല്ലാവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. തൃക്കരിപ്പൂരിൽ M. രാജഗോപാലിന് പകരം യുവ നേതാവായിട്ടുള്ള VPP മുസ്തഫ വരുന്നത് പാർട്ടിയിലെ തലമുറ മാറ്റത്തിന് വലിയൊരു സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കുറ്റ്യാടി, പേരാമ്പ്ര സീറ്റുകളെ സംബന്ധിച്ച് ഘടക കക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായാൽ TP രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും വ്യക്തത വരികയും ചെയ്യും. MLA-മാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരത്തിനുണ്ടാകുമെന്നത് ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള പാർട്ടിയുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഉറച്ച സീറ്റുകളിൽ മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും കൃത്യമായി വിന്യസിച്ചുകൊണ്ട്
ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് CPM ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം പുറത്തു വരുന്നതോടെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാവും കളമൊരുക്കുക. VD സതീശനെതിരെ പറവൂരിൽ M സ്വരാജിനെ പോലുള്ള ഒരു കരുത്തൻ എത്തിയാൽ അത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോരാട്ടമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.